ഇതാണ് നമ്മൾ അശോകേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. അശോകേട്ടനെ ക്ലാസ് പിടിച്ചിരിക്കണൊക്കെയാണ്. ഇതേ കല്യാണ പരിപാടി അല്ല കേട്ടോ, നബിദിന്റെ പരിപാടിക്കാണ് മൂപ്പരെ ഇവിടെ സപ്ലൈക്ക് നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും നബിദിന്റെ പരിപാടിക്ക് കഴിഞ്ഞില്ലേ, എന്നാ കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പൊ ഈ നബിദിന്റെ പരിപാടി നടക്കുന്നത് നമ്മളെ ഗൂഡല്ലൂർ മച്ചിക്കൊല്ലി മട്ടത്താട്ടോ. അപ്പൊ നമ്മളെ അശോകേട്ടന്റെ ഒരു പാട്ടുണ്ട്, ഏത് മീലാദ് സോങ്, അടിപൊളി സോങ് ആട്ടോ. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ എന്തായാലും ഷെയർ ചെയ്യാൻ മറക്കരുത്. ആ മുഖത്തേക്കൊന്ന് നോക്കിയാൽ നിങ്ങൾ എന്തായാലും നിങ്ങൾ ഷെയർ ചെയ്യും. അടുത്തതാണ് ഗാനം അശോകൻ. അപ്പൊ നമ്മളെ അശോകേട്ടനെ വേദിക്ക് കയറാണ്. കഴിഞ്ഞ മീലാദ് പരിപാടിയിലും സജീവമായിട്ട് പ്രവർത്തിച്ച ഒരാളാണ് അശോകേട്ടനെ. പാട്ടാണ്ട് കേട്ടോക്കി നിങ്ങള്. പ്രിയമുള്ള നാട്ടുകാർക്കും എൻ്റെ കൂട്ടുകാർക്കും നബിദിന ആശംസകൾ. ഈ പുണ്യദിനത്തിൽ ഇവിടെ ഈ വേദിയിൽ ഒരു ഗാനം പാടുവാൻ അവസരം തന്ന എല്ലാവർക്കും എൻ്റെ നന്ദി. ആകാശത്തിലൊരമ്പിളിയാണോ, ആഴക്കടലിലെ മുത്തുകളാണോ, ആമ്പൽ കുളത്തിലെ താമരയോ, റസൂലുള്ള വൈഡൂര്യക്കുന്നിലെ മഞ്ചരിയോ, ഹബീബുള്ള വർണ്ണിക്കാനാവുകയില്ലല്ലോ, വർണ്ണനയിൽ പാൽക്കടലാണോ, ആകാശത്തിലൊരമ്പിളിയാണോ, ആഴക്കടലിലെ മുത്തുകളാണോ, ആമ്പൽ കുളത്തിലെ താമരയോ, റസൂലുള്ള വൈഡൂര്യക്കുന്നിലെ മഞ്ചരിയോ, ഹബീബുള്ള വർണ്ണിക്കാനാവുകയില്ലല്ലോ, വർണ്ണനയിൽ പാൽക്കടലാണോ. മരുഭൂവിൽ മരുപച്ച വീച്ച പൂവേ, മരുമക്കത്തുദയത്താൽ അതിശയ ജീവേ, മരുഭൂവിൽ മരുപച്ച വിരിയിച്ച പൂവേ, മരുമക്കത്ത് അതിശയ ജീവേ, ആശിച്ചൊരാശാ പൂക്കളോ, റസൂലുള്ള ആരും കൊതിക്കും തെന്നലോ, റസൂലുള്ള ആരും കൊതിക്കും തെന്നലോ, ആകാശത്തിലൊരമ്പിളിയാണോ, ആഴക്കടലിലെ മുത്തുകളാണോ, ആമ്പൽ കുളത്തിലെ താമരയോ, റസൂലുള്ള വൈഡൂര്യക്കുന്നിലെ മഞ്ചരിയോ, ഹബീബുള്ള വർണ്ണിക്കാനാവുകയില്ലല്ലോ, വർണ്ണനയിൽ